കുറവാണ് ഗൈസ്. ഇന്ന് ഫീതൻ്റെ അടുക്കലാണ് നമ്മൾ പോകുകയാണ് ഗൈസ്. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ട്രിപ്പിന് വഴിക്കൊക്കെ ഒറ്റയ്ക്ക് പോകുന്നത്. അത് ഇപ്പോൾ ടൈം 10 മണി. ഇപ്പോൾ 10 മണി. ഞാൻ ശരിക്കും ഈ ടൈമിലെല്ലാം ഇറങ്ങാൻ വിചാരിച്ച് 9:30 തന്നെ ഇറങ്ങാൻ വിചാരിച്ചിരുന്നു. ബട്ട് അങ്ങനെയാണല്ലോ നേരം വെക്കും. ഞങ്ങൾ 10-15 ബസ്സിന് കയറാനാണ് വിചാരിക്കുന്നത്. അങ്ങനെ നമ്മളവിടുന്ന് നേരെ ബസ് സ്റ്റോപ്പ് പോയിട്ട് ബസ് വരാൻ കുറച്ച് ലേറ്റായി. അങ്ങനെ ബസ് കയറിയിട്ട് നേരെ കടങ്ങാത്തുണ്ട് കയറി. കടങ്ങാത്തുണ്ടിൽ ഇറങ്ങിയിട്ട് അവിടെ നീതിനകത്ത് കണ്ടായിരുന്നു. ഞാൻ നീതിനകത്തുനിന്ന് ഇത് വന്നപ്പോൾ ഞാനും ഓളുംപാടിയും ഷാനിനെ കത്തുന്നത്. ആ ടൈമിൽ തന്നെ ആ റൂട്ടിലുള്ള ബസ്സിൽ തന്നെ ഷംനി ഹംനി ഉണ്ടായിരുന്നു. അവർ പോയി. പിന്നെ ഷാന വന്ന അതേ സെയിം ബസ്സിൽ ഞങ്ങൾ കയറിയിട്ട് ഞങ്ങൾ നേരെ കഞ്ഞിപ്പുരക്കൊക്കെ പോയി. അവിടെയായിരുന്നു വീട്. അങ്ങനെ അവിടെ നേരത്തെ അമ്നിയും ഷംനിയും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 3 വന്ന് പിന്നെ 2 പാടി വരാണ്ടായി, അസ്നിയും ഷെറിയും. അങ്ങനെ ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്ന് ഫിദൻ്റെ എൻഗേജ്മെൻറ്റിന് പോവാണേ. നിങ്ങൾ ആദ്യമായിട്ടാണ് പരിപാടിക്ക് പോണേ. ഇവളല്ല ഞാൻ. അപ്പോൾ ഞാൻ ഓളെ മുന്നേ എൻഗേജ്മെൻറ്റ് ചെയ്തു. നമ്മൾ നമുക്കവിടെ കുറേ നടക്കാനുണ്ടായിരുന്നേ. നല്ല വെയിലുമായിരുന്നു. ശരിക്കും വണ്ടി വിളിച്ച് പോകേണ്ടിയായിരുന്നു. ഞങ്ങൾ നടന്നു പോയി. അവൾ പറഞ്ഞായിരുന്നു ഞങ്ങൾ വന്നതും ചെക്കൻ വന്നതും സെയിം ആയിരുന്നു. പക്ഷെ ഓല് കയറുന്നതിന് മുന്നേ ഞങ്ങൾ കയറി. എന്നിട്ട് കുറച്ച് മിനിറ്റാണ് ഓല് വന്നത്. പിന്നെ ഞങ്ങൾ മുട്ടായി കൊടുക്കലൊക്കെ കാണാൻ വേണ്ടിയിട്ട് കോളിയുമ്പോൾ കയറിയിരുന്നു കേട്ടോ. ഭയങ്കര ചൂടായിരുന്നു, കാരണം വെയിലുള്ള ടൈമാണല്ലോ. അങ്ങനെ ഞങ്ങളവിടെ കയറുന്ന വല്ല മുട്ടായി കൊടുക്കൽ തുടങ്ങി. അങ്ങനെ കുറേ നേരം നമ്മളവിടെ അങ്ങനെ നിന്ന് അവിടെയൊക്കെ രസമായിരുന്നു. പിന്നെ നമ്മുടെ ടീമിലുള്ള ഒരാൾ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്കും എല്ലാ പരിപാടിക്കും എന്തെങ്കിലുമൊക്കെ മുടക്ക് പറഞ്ഞിട്ട് വരൂല. അങ്ങനെയാണ് അംനാസറിൻ്റെ മുഖം കാണിക്കരുത് പറഞ്ഞത്. പിന്നെ ഓളെന്നെ വീഡിയോ എടുത്ത് തന്ന് ഓളിടാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് തിന്ന് പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ ഇറങ്ങി. ആ ടൈമിൽ ഫീദ അവിടെ ഉണ്ടായിരുന്നില്ല. അവൾ ഫോട്ടോ എടുക്കാനൊക്കെ പോയിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയപ്പോൾ അങ്ങനെ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഷഹാനിൻ്റെ അനിയനാണ്. ഷെറിൻ്റെ അരിയിൽ ഇപ്പം വണ്ടി ഇട്ട് വന്നിരുന്നു നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ അതിൽ പോയിട്ട് ഞങ്ങളവിടെ ഇറക്കി. ഞങ്ങൾ പിന്നെ ബസ് കയറിയിട്ട് നേരെ കടങ്ങാത്തോണ്ട് കയറി. അങ്ങനെ കടങ്ങാത്തോണ്ട് ഇറങ്ങി ഇങ്ങനെ വരുമ്പോഴാണ് എൻ്റെ ചെരുപ്പ് പൊട്ടിയത്. അവിടെ വെച്ചിട്ട് ചെരുപ്പ് പൊട്ടി. ഞാൻ ബസ് സ്റ്റോപ്പൊക്കെ പോയി അവിടെ ഞാൻ നിന്നതും ഒരാൾ വന്നിട്ട് മുന്നിൽ കണ്ട് സ്കൂട്ടി വന്ന് നിർത്തി. ആര്? ഷെമീമ എസ്നി. ഇങ്ങനെ ഓള് ചോദിച്ച് കയറണമെന്ന്. അപ്പം ഞാൻ ഷംനിയോട് പറഞ്ഞിട്ട് അങ്ങനെ കയറി. അങ്ങനെ 36 കൂടെ ഞാൻ നേരെ വീട്ടിലേക്ക് പോന്നു. ഞാൻ എൻ്റെ വീടിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് പിന്നെ നടന്നു ഗൈസ്.感谢观看。